ഒളിമ്പിക്സ് മെഡൽ നേട്ടവുമായി മടങ്ങിയെത്തുന്ന ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിന് കൊച്ചിയിൽ വരവേൽപ്പ് നൽകുകയാണ്. നെടുമ്പാശ്ശേരിയിൽ വലിയ വരവേൽപ്പായിരിക്കും ശ്രീജേഷിന് ലഭിക്കുക. അർച്ചന ചേരുന്നു. അർച്ചന, വിശദാംശങ്ങൾ. ഷമി 2:45 കൂടിയാണ് ജന്മനാട്ടിലേക്ക് PR ശ്രീജേഷ് എത്തിയത്. പിന്നീട് നെടുമ്പാശ്ശേരി വിമാനത്തിൽ നിന്നും ഇറങ്ങിയ ശ്രീജേഷിന് റോഡ് മുഴുവൻ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇടുന്ന കവാടത്തിലാണ് നമ്മളുള്ളത്. അല്പസമയം മുൻപാണ് ശ്രീജേഷിന് ഇവിടെ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ നിന്നും മടങ്ങിയത്. തുറന്ന വാഹനത്തിലാണ് ശ്രീജേഷിൻ്റെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള തുടക്കമുള്ള ശ്രീജേഷിൻ്റെ യാത്ര. ഇവിടെ നിന്നും നേരെ പോവുക UC കോളേജിലാണ്. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വലമായ വരവേൽപ്പാണ് ശ്രീജേഷിനായി ഒരുക്കിയിരിക്കുന്നത്. P. രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വലിയ രീതിയിലുള്ള വരവേൽപ്പ് ശ്രീജേഷിനായി കാത്തിരിക്കുകയാണ്. ഇവിടെ നിന്നും നേരെ UC കോളേജിലേക്ക് പോകുന്ന ശ്രീജേഷിന് ഓരോ പഞ്ചായത്തിലും ഓരോ നഗരസഭയുടെ എല്ലാം കീഴിൽ ഇത്തരത്തിൽ സ്വീകരണം ഉണ്ടാകും. എന്തായാലും ജന്മനാട് ഏറ്റവും മികച്ച സ്വീകരണം തന്നെയാണ് PR ശ്രീജേഷിന് നൽകുന്നത്. മാത്രമല്ല, ഒരു വിടവാങ്ങൽ കൂടി ആയതുകൊണ്ട് ഒരു വൈകാരികമായ സ്വീകരണം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പിന് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്നത്. P. രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഇത്തരത്തിൽ ഓരോ മുക്കിലും മൂലയിലുമായിട്ട് ശ്രീജേഷിന് സ്വീകരണം നൽകുന്നത്. UC കോളേജിൽ നിന്നും വൈകിട്ടോടെ ശ്രീജേഷ് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകും. അവിടെയെല്ലാം തന്നെ ശ്രീജേഷിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെയും ഒക്കെ ആയിട്ട് ശ്രീജേഷ് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഉച്ചയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് അവിടെ നിന്നും MLA അൻവർ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്നും PR ശ്രീജേഷിനെ സ്വീകരിച്ചു. തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള ഒരു ശ്രീജേഷിൻ്റെ ആരാധകർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരുന്നു. ഇവരെല്ലാം തന്നെ ശ്രീജേഷിന് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിയിരിക്കുന്നു. എന്തായാലും ശ്രീജേഷ് പറഞ്ഞത് ഇത് തന്നെയാണ്, കേരളം ഭരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു വരവേൽപ്പാണ്. ഇത് വരും തലമുറയ്ക്ക്, അതായത് ഈ കായിക രംഗത്തേക്ക് വരുന്ന വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകുന്ന തരത്തിലാണ് ഈ വരവേൽപ്പ് എന്നാണ് ശ്രീജേഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിടവാങ്ങൽ കൂടി ആയതുകൊണ്ട് തന്നെ അല്പം വൈകാരികമായ ഒരു വിടവാങ്ങൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്പം വൈകാരികമായ യാത്രയയപ്പ് തന്നെയാണ് ജന്മനാട് നൽകുന്നത്. എന്തായാലും ആരാധകർ ഒന്നടങ്കം ഓരോ മുക്കിലും മൂലയിലുമായിട്ട് ശ്രീജേഷിനെ കാത്തിരിക്കുന്നുണ്ട്. തുറന്ന വാഹനത്തിൽ ശ്രീജേഷിൻ്റെ ഈ യാത്ര തുടരുകയാണ്. ഷമി, തീർച്ചയായും അർച്ചന, വലിയ ആവേശത്തിൻ്റെ നിമിഷങ്ങളാണ് നമുക്ക് അവിടെ വിമാനത്താവളത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇത്രയും ആവേശത്തോടു കൂടി ഒരു ജനത ഹൃദയത്തിലേറ്റുന്ന കായിക താരമാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ശ്രീജേഷിനെ കാത്ത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും പൗരപ്രമുഖരും അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. അവിടെ നിന്ന് ശ്രീജേഷിനെ സ്വീകരിച്ച് ആലുവ UC കോളേജിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമായിരിക്കും അദ്ദേഹം സ്വന്തം നാടായ കിഴക്കമ്പലത്തേക്ക് പോവുക. എന്തായാലും കൊച്ചിയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അഭിമാനമാര് എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് എന്ന ഒറ്റ മറുപടിയായിരിക്കും നമുക്ക് ലഭിക്കുക. അതിൻ്റെ ആവേശം നെടുമ്പാശ്ശേരിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അർച്ചന, ഏത് രീതിയിലാണ് ഇന്നത്തെ സ്വീകരണ ക്രമങ്ങൾ? പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും എല്ലാം സ്വീകരണമാണ് പ്രധാനമായും ഇന്നുള്ളത്. ഇവരാണ് ആലുവ UC കോളേജിൽ ഇത്തരത്തിൽ നേതൃത്വം നൽകി സ്വീകരണം ഒരുക്കുന്നത്. ഇവിടെ P. രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ സ്വീകരിക്കുക. അതിനുശേഷം അവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെയുള്ള ആളുകളെല്ലാം കണ്ടതിന് ശേഷമായിരിക്കും PR ശ്രീജേഷ് വീണ്ടും വാഹന പ്രചരണ യാത്ര തുടരുക. തുറന്ന വാഹനത്തിൽ ജന്മനാട്ടിലേക്ക് പോകും. അവിടെ ഓരോ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ PR ശ്രീജേഷിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഇറങ്ങി ആളുകളെ കണ്ട് ആരാധകരെ കണ്ടായിരിക്കും ശ്രീജേഷിൻ്റെ മുന്നോട്ടുള്ള യാത്ര. തുടർന്ന് ജന്മനാട്ടിൽ കിഴക്കമ്പലത്തെത്തും. അവിടെയും വലിയ രീതിയിലുള്ളൊരു സ്വീകരണം ശ്രീജേഷിനായി കാത്തിരിക്കുന്നുണ്ട്. ശ്രീനിവാസ് MLA അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹമാണ് ഇന്നലെ എല്ലാമായിട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അതുതന്നെയാണ് 2 വെങ്കല മെഡൽ നേടുന്ന ശ്രീജേഷിന് ഏറ്റവും മികച്ച ഒരു വരവേൽപ്പും സ്വീകരണവും നൽകുക എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരത്തിൽ അതിഗംഭീരമായ ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ എയർപോർട്ടിൽ കണ്ട കാഴ്ച അത്രമാത്രം ആരാധകർ, അതായത് കുഞ്ഞുങ്ങളടക്കം PR ശ്രീജേഷിൻ്റെ വലിയ രീതിയിലുള്ള ആരാധകർ കേരളത്തിൻ്റെ മുക്കിലും മൂലയിൽ നിന്നും എയർപോർട്ടിലെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല, റോഡ് നടുനീളം ഇത്തരത്തിൽ ആളുകൾ എത്തുകയും സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തി അദ്ദേഹത്തിന് റോസാപ്പുകൾ നൽകുന്ന കാഴ്ചയുമൊക്കെയാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നമ്മൾ കാണുന്നത്. എന്തായാലും ശ്രീജേഷിന് ഏറ്റവും മികച്ച യാത്രയയപ്പ് ഏറ്റവും മികച്ച ഒരു സ്വീകരണം
നൽകുക എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ദൗത്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മികച്ച രീതിയിൽ ശ്രീജേഷിനായി വരവേൽക്കുകയും അതുപോലെ തന്നെ സ്വീകരണം ഒരുക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ PR ശ്രീജേഷ് മെഡൽ വാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട PR ശ്രീജേഷിന് ഇന്ന് ജന്മനാടിൻ്റെ വലിയ സ്വീകരണമാണ് നൽകുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ശ്രീജേഷിനെ കാത്ത് നൂറുകണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയത്. അൻവർ സാദത്ത് MLA അതുപോലെ തന്നെ P രാജീവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് ശ്രീജേഷിന് കൊച്ചിയുടെ ഊഷ്മളമായ സ്നേഹവും ആദരവും വരവേൽപ്പും ഒക്കെ നൽകുന്നത്. കുട്ടികളടക്കമുള്ളവർ ശ്രീജേഷിനെ ഒന്ന് അടുത്ത് കാണാനായി ഓടിയെത്തുന്ന കാഴ്ച തീർച്ചയായും നമ്മൾക്ക് അങ്ങേയറ്റം അഭിമാനകരമാണ്. കേരള സ്പോർട്സിൻ്റെ ഒരു ഐക്കണായി തന്നെ PR ശ്രീജേഷ് മാറുന്നു എന്നുള്ളത് ഏവർക്കും അഭിമാനകരമാണ്. ഇന്ത്യൻ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഹോക്കിയിൽ വീണ്ടും ഒരു വെങ്കല മെഡൽ നേടാൻ മലയാളി തന്നെ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ഒപ്പം തന്നെ ആ ഒരു വേദിയിൽ തന്നെ വിട പറഞ്ഞ് അദ്ദേഹം കേരളത്തിലെ ഹോക്കിയുടെ ഏറ്റവും അതിൻ്റെ പുരോഗമനത്തിന് ഉന്നമനത്തിന് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ശ്രമം നടത്തും, തൻ്റെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കും എന്നുള്ള ഉറപ്പാണ് ശ്രീജേഷ് നൽകിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ കായിക ചരിത്രത്തിൽ ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങൾക്കാണ് ഈ ഒളിമ്പിക്സ് വേദി സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട PR ശ്രീജേഷ് അവിടെ ഇന്ത്യ വെങ്കല മെഡൽ നേടുന്നതിന് പ്രധാന കാരണക്കാരനായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇതിനോട് വിട പറയുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. അർച്ചന ചേരുന്നു. അർച്ചന, തുടരാം. ഷമി, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഹൃദ്യമായൊരു യാത്രയയപ്പും ഹൃദ്യമായൊരു വരവേൽപ്പും തന്നെയാണ് എന്തായാലും നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വലിയൊരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് P രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിൽ വലിയ വരവേൽപ്പ് നൽകാനുള്ള ഒരു നടപടികളിലേക്ക് കടന്നത്. തുടർന്ന് ശ്രീനിജൻ MLA നേതൃത്വത്തിൽ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ജന്മനാട്ടിലും അതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും വലിയ വരവേൽപ്പ് ഒരുക്കാൻ തന്നെയുള്ള തീരുമാനത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ. ഈ കാഴ്ചയാണ് നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശ്രീനിജൻ കായിക താരത്തെ വരവേൽക്കുമ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് അതിവൈകാരികമായൊരു വരവേൽപ്പ് കൂടിയാണ്. കാരണം 18 വർഷത്തെ കരിയറാണ് PR ശ്രീജേഷിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആ കരിയറിനുള്ള അവസാനം കൂടിയാണ് ഇത്. തുടർന്നും ശ്രീജേഷ് ഈ രംഗത്ത് തന്നെ ഉണ്ടാകുമെങ്കിൽ തന്നെ നമ്മൾ ഇത്തരത്തിൽ കായിക രംഗത്ത് നിന്നും മാറി നിൽക്കുന്ന വിടവാങ്ങൽ ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രം കങ്കേമമാക്കി ഈ ഒരു വരവേൽപ്പും സ്വീകരണവും നൽകാൻ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലുവ UC കോളേജിൽ ഇത്തരത്തിൽ ശ്രീനിജൻ MLA നേതൃത്വത്തിൽ വലിയ സ്വീകരണ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ മന്ത്രി P രാജീവ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PR ശ്രീജേഷിന് ജന്മനാടിൻ്റെ സ്വീകരണം.